ഹലോ ഗേസ്, അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വീടിന്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു കുളത്തിന്റെ തീരത്താണ് കേട്ടോ. സംഭവം ഞാൻ എന്നും ഇതുവഴിയാണ് പോവാറുള്ളെങ്കിൽ പോലും ഒരിക്കൽ പോലും ഞാൻ ഈ കുളത്തിലോട്ട് വന്നിട്ടില്ല എന്നുള്ള വലിയൊരു സത്യമാണ് കേട്ടോ. അങ്ങനെ കുളത്തിന്റെ പടവുകളൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി 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 ലാസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴാണ് ഞാൻ വലിയൊരു സത്യം മനസ്സിലാക്കിയത്. ഇവിടെ ഭയങ്കര വഴുക്കലാണ് കേട്ടോ. നല്ല പൂപ്പലും പായലൊക്കെ കയറിയിരിക്കുന്നു. അത് കാരണം കൊണ്ട് ആ താഴത്തെ സ്റ്റെപ്പിൽ വെച്ച് അപ്പം നമ്മൾ വഴുക്കി വീഴുന്നുള്ള കാര്യം കൺഫേം ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, അവിടെ നിറച്ച് മീൻകുട്ടികളുണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണത്തിനെ പോലും പിടിക്കാൻ കിട്ടത്തില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് അവിടെ അപകടകരമായ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ വലിയൊരു ബോർഡ് കണ്ട്. നീന്തൽ അറിയാൻ പറ്റാത്ത ആൾക്കാരൊന്നും അവിടേക്ക് കയറി ചെല്ലാൻ പാടില്ല എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് വന്നപ്പോൾ ഈ പൂക്കളൊക്കെ പറിച്ചിട്ട് എവിടെ ചെന്നാലും അവിടെ കണ്ട അട്രാക്റ്റീവ് ആയിട്ടുള്ള പൂക്കളും അതിന്റെ ചെടികളൊക്കെ പറിക്കുക എന്നുള്ള എൻ്റെ വലിയൊരു ഹാബിറ്റായി പോയി. അതൊരിക്കലും ജീവിതത്തിൽ തിരുത്താൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കുറേ പൂക്കൾ പറിച്ചു കേട്ടോ. അങ്ങനെ പൂക്കളൊക്കെ പറിച്ച് ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് കുറേ പുഴുപ്പുല്ലുകൾ കണ്ടത്. പുഴുപ്പുല്ല് എൻ്റെ മെയിൻ ഹോബിയാണ് ഇത് പറിക്കുക എന്നുള്ളത്. വീട്ടിൽ ചെന്ന് കുട്ടികൾക്ക് കൊടുക്കാമല്ലോ, അവർക്ക് ഭയങ്കര സന്തോഷം, അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതിന് ശേഷം ഞാനിതാ എൻ്റെ രഥത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറിച്ചിട്ടുള്ള പൂക്കളും അതുപോലെ ചെടികളൊക്കെ എൻ്റെ വണ്ടിയിലോട്ട് ഇട്ടു കേട്ടോ. എന്തായാലും എനിക്ക് സ്പോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ അപ്പം തന്നെ ഒരു തീരുമാനം എടുത്തു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. ആ കുളത്തിൻ്റെ കടവിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ അവിടെയൊക്കെ വന്നിരിക്കാനൊക്കെ തോന്നും. അതുപോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടോ അവിടെ ഇരുന്നപ്പോൾ. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാനിതാ വീട്ടിലെത്തിയിട്ട് പറമ്പിലോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് കുറേ നമ്മുടെ ചാമ്പയ്ക്ക കൂട്ടന്മാർ നിലത്ത് വീണ് കിടക്കണം കേട്ടോ. സംഭവം എന്താ, കിളികളൊക്കെ കൊത്തിയിട്ട് വലിയ വലിയ ഓട്ടകളായി മാറിയിരിക്കുന്നു. അപ്പം ഞാൻ മരത്തിൻ്റെ മേലോട്ട് നോക്കിയപ്പോഴാണ് കുറേ ചാമ്പയ്ക്ക കൂട്ടന്മാരുണ്ടായി നിൽക്കണം കേട്ടോ. അപ്പോൾ അതിന്ന് എത്തുന്ന ഒരു ചാമ്പയ്ക്ക ഞാൻ പറിച്ചെടുത്തേ. അപ്പോൾ അതിൽ കുറേ കറകൾ കണ്ടോ. ഈ കറകളെല്ലാം നമ്മുടെ വെള്ളത്തിൻ്റെയാണ് കേട്ടോ. ബോർവെല്ലാണ്, നമ്മുടെ വീട്ടിൽ സാധാ കിണറല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.